ഹേ ഗായ്സ്, അപ്പോൾ ഇതാണ് പ്രീത ചേച്ചി. ആക്ച്വലി ഇതൊരു കല്യാണം ക്ഷണിക്കൽ വ്ളോഗാണ്. ഞാനും അമൃതയും കൂടിയാണ് വന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വേണം ചേച്ചിയുടെ വീട്ടിൽ വരാൻ. നെയ്യാർ ഡാമിൻ്റെ അടുത്താണ്. അപ്പോൾ ഇത്രയും ദൂരം എന്നിട്ട് ഞാൻ ഡയറക്റ്റ് തന്നെ വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഞാനൊരു സ്ഥലത്ത് പണ്ട് ജോലിക്ക് നിന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ട്രെയിനിങ് എന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് എന്നെ ഒരു അനിയത്തിനെ പോലെ ഒരു മോളെ പോലെ ട്രീറ്റ്, നമ്മുടെ ഒരു സഹപ്രവർത്തകർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഇവർ കേട്ടോ. അത്രയും നല്ല ചേച്ചിമാരാണ്. അപ്പോൾ എനിക്ക് ഇവരെ ഡയറക്റ്റ് എന്നെ വന്ന് വിളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അതൊക്കെ ചേച്ചി ഞങ്ങൾ നല്ലപോലെ വയറ് നിറച്ച് ജ്യൂസ്, മാങ്ങ, ദോശയൊക്കെ കഴിപ്പിച്ചാണ് വിട്ടത്. ഇത് കഴിഞ്ഞ് ഇവൾക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ എടുത്തു കഴിഞ്ഞ് പിന്നെ എൻ്റെ വക ഒരു പ്രഹസനമൊക്കെ നടത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് വ്ളോഗല്ലേ ഗൈസ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തൊരു ചേച്ചിയുടെ വീട്ടിൽ കല്യാണം ക്ഷണിക്കാൻ പോയി. പക്ഷെ അതിൻ്റെ ഒരു വീഡിയോസ് എടുക്കാൻ വിട്ടുപോയി ഗൈസ്. പിന്നെ എവിടെ പൂവും ചെടിയും കായൊക്കെ കണ്ടാലും ഇവർക്ക് റീൽസ് എടുക്കും. അവിടെ നേരെ പോത്തീസിലാണ് വന്നത് ഗൈസ്. ഇവിടെ വന്നപ്പം ബാക്ക് ടു സ്കൂളിൻ്റെ ഒരു വലിയ ആർച്ച്, ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. ഇവിടെ വന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എടുക്കാനാണ്. ഞങ്ങൾക്ക് 2 ഷൂട്ടുണ്ട്. ടെമ്പിൾ ഷൂട്ടും ഉണ്ട്, വെസ്റ്റേൺ വെയറിൻ്റെ ഒരു ഷൂട്ടും ഉണ്ട്. അപ്പോൾ ടെമ്പിൾ ഷൂട്ടിൻ്റെ ധാവണി സെറ്റ് മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ മേടിക്കാനാണ് വന്നത്. അപ്പോൾ ഇവളുടെ അമ്മ നല്ലോണം സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ ഇവളുടെ അമ്മയുടെ കയ്യിൽ കൊടുക്കാനാണ്. അപ്പം കയ്യോടെ കൊടുത്തു വിട്ടാലേ സമയത്ത് എനിക്ക് സാധനം കിട്ടുള്ളൂ. അങ്ങനെ വന്ന് ഞാൻ 2 കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ വരുമ്പോൾ കാണാം. അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ എനിക്ക് ചെരുപ്പ് മേടിക്കണമായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കിയ ചെരുപ്പൊന്നുമില്ല. ഫാറ്റ് ഹീൽസാണ് എനിക്ക് വേണ്ടത്. ഇവിടെ കൂടുതൽ ഷൂസും കാര്യങ്ങളും പിന്നെ ഹൈ ഹീൽസൊക്കെയാണ് ഉള്ളത്. ഞാനൊന്നും എടുത്തില്ല. പിന്നെ ആവട്ടെ എന്ന് ഓർത്ത് വന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അതിലാണ് വന്നത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി ഇതുവഴി ഒന്ന് സ്ലോ ആക്കിയപ്പോൾ അവൾക്ക് റീൽസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞ്. അവളൊരു കുട്ടി വ്ളോഗറാണ് എന്നെപ്പോലെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബുർജ് മന്തിയിൽ ചെന്ന് ഒരു മന്തിയൊക്കെ വാങ്ങി കഴിച്ച് അപ്പോൾ തന്നെ ഒരു 4 മണിയൊക്കെ ആയി ടൈം. രാവിലെ ഇറങ്ങിയതാണ് ഞങ്ങൾ. അപ്പം മന്തിയൊക്കെ കഴിച്ചൊരു ഷേക്കൊക്കെ കുടിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത് വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.